ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി പൊരിച്ച കോഴി ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 നാരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതിൻ്റെ നീര് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഇതാ ഞാനിവിടെ 4 ഉള്ളി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള 4 ഉള്ളി എടുത്തിട്ടുള്ളത്. ഇത് നന്നായി നേരിയതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പറ്റുന്നത്ര തിന്നാക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഈ ബിരിയാണിയിലേക്ക് ഞാൻ ആകെ ടോട്ടൽ ഈ ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 4 ഉള്ളി മതിയാവും. അതേപോലെ തന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി എടുത്തതാണ്. അതേപോലെ തന്നെ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ആയിട്ടുള്ള 5 തക്കാളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതാ മല്ലിയിലയും പുതിനയിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ബിരിയാണി പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ഉള്ളി ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇത് ഉള്ളി വാട്ടിയിട്ട് ഉണ്ടാക്കുന്ന മസാലയല്ല, ഉള്ളി ഫ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കുന്ന മസാലയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഉള്ളിയും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇതാ ഇവിടെ ഉള്ളി നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ഇത് നമ്മൾ കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുമ്പോൾ ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ ഇത് ക്രിസ്പി ആയിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെ തന്നെ ബാക്കിയുള്ള എല്ലാ ഉള്ളികളും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാ ഉള്ളികളും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സെയിം ഓയിലിൽ തന്നെ നമുക്ക് കാഷ്യും കിസ്മിസും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഞാൻ ഇപ്പോൾ രണ്ടും ഒക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം കാഷ്യൂ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കിസ്മിസ് ഇട്ടിട്ടും ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ രണ്ടും കൂടി ഒപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സെയിം ഓയിലിൽ തന്നെ നമുക്ക് ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഉള്ളി ഫ്രൈ ആക്കിയ ഓയിലായതുകൊണ്ട് തന്നെ ചിക്കനിലേക്കൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. കുറച്ച് വലിയ പാത്രത്തിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എല്ലാ ചിക്കനും കൂടി ഒപ്പിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ഫ്രൈ ആക്കി എടുത്താൽ മതി. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഇതാട്ടോ എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ആയിക്കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ 2 സൈഡും നല്ലോണം മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അതാ ചിക്കനെല്ലാം നല്ലോണം ഫ്രൈ ആയി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ സെയിം ഇതിൽ തന്നെ ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഏകദേശം 1 മിനിറ്റെങ്കിലും ഇതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇത് വഴറ്റുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയെല്ലാം നല്ലോണം വെന്ത് ഉടഞ്ഞു വരുന്ന വരെ വേണം കേട്ടോ ഇതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക. തക്കാളിയെല്ലാം നല്ലോണം വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി കൈ വെച്ചിട്ട് ഒന്ന് ഉടച്ചിട്ട് വേണം കേട്ടോ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഉള്ളി ഫ്രൈ ചെയ്തിട്ട് ഇടുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നമ്മൾ സാധാരണ ഉള്ളിയെല്ലാം വാട്ടിയിട്ടാണല്ലോ മസാല ഉണ്ടാക്കുക. ഇതെന്ന് പറയുമ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തിട്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ബിരിയാണിയിൽ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കനൊന്നും ഉടയാണ്ട് ഈ മസാലയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് അധികം ഇടേണ്ടതാണ് കേട്ടോ, നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കുറച്ച് കൂടുതൽ കിട്ടും. ഒപ്പം തന്നെ ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 നാരങ്ങൻ്റെ നീരാണ് കേട്ടോ. അതിൻ്റെ 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് റൈസ് വേവിക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ 1 കപ്പ് തൈരും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് പുളിപ്പുള്ള തൈരാണ് കേട്ടോ. അധികം പുളിപ്പില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടി ചേർത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഇതുവരെ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ റൈസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ നെയ്ച്ചോറ് വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് 1/2 കപ്പ് അരിയാണ് കേട്ടോ. ഈ ഒരു കപ്പിന് 1/2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തത് മലബാർ ബിസ്മിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ബിരിയാണി വെക്കാനൊക്കെ ആയിട്ട് നല്ല റൈസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതൊന്ന് 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഞാനിതവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ നെയ്യാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യാക്കി കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ നല്ല ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നെയ്യിൽ വാടി വരുമ്പോൾ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു പാത്രം അരിക്ക് 1/2 പാത്രം വെള്ളം എന്നുള്ള രീതിക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 പാത്രം അരി എടുത്തുകൊണ്ട് തന്നെ 3 പാത്രം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴേ റൈസും കൂടി ഇടുമ്പോൾ ഉപ്പ് സെറ്റായി വരുള്ളൂ. ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങ നീരും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി കുതിർത്ത് വെച്ച അരി ഒന്ന് വാർത്തിട്ട് വേണം കേട്ടോ. അരിത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അരിയൊന്നും പൊട്ടിപ്പോവാതെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലത്തെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റി റൈസൊക്കെ ഒന്ന് കുക്കായിട്ട് വരണം. പിന്നെ ഒരു 90% കുക്കായാൽ മതി. ബാക്കി നമുക്ക് ദം ചെയ്യുമ്പോൾ കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ദം ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് ദം ചെയ്ത് കൊടുക്കുക കേട്ടോ. ദം ചെയ്യാൻ പണിയൊന്നുമില്ല, ഒറ്റ ലെയർ ആയിട്ട് തന്നെയാണ് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടിയിൽ ആദ്യം മസാല, അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ റൈസിൻ്റെ പാതി ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളിയും അതേപോലെ തന്നെ കാഷ്യൂം കിസ്മിസും കൂടിയിട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കണം.
ഇതാ റൈസ് ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കാഷ്യൂവും കിസ്മിസും ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുക്കുക കേട്ടോ. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യാണ് ആക്കി കൊടുക്കുന്നത്. എല്ലായിടത്തേക്കും കുറച്ച് നെയ്യ് വരുന്ന പോലെ ഇങ്ങനെ ലാസ്റ്റ് ആക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ഒരു 20-25 മിനിറ്റ് ഒന്ന് ദം ചെയ്തിട്ട് എടുക്കണം. ഒരു 25 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിതാ ദമ്മ് തുറന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. മസാലയും റൈസും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണ പോലെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. റൈസ് പൊട്ടിപ്പോവാതെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പതുക്കെ സാവധാനത്തിൽ മിക്സ് ചെയ്താൽ മതി. ഞാനിവിടെ സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സ്പീഡിൽ മിക്സ് ചെയ്യുന്ന പോലെ തോന്നിയത്. ഞാൻ പതുക്കെയാണ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ പതുക്കെ സാവധാനം മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആക്കിയിട്ടും അതേപോലെ തന്നെ ഉള്ളി ഫ്രൈ ആക്കിയിട്ടും ഒക്കെ ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ വെച്ച് നോക്കുക. അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്